നമ്മൾ ദുബായ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ വരുന്നത് ബുർജ് ഖലീഫ അതുപോലെ തന്നെ മ്യൂസിയം ഒക്കെയാണ്. പക്ഷെ അതേപോലെ തന്നെ നമ്മൾ കുവൈത്ത് എന്ന് പറയുന്ന സമയത്ത് പല ആൾക്കാരുടെയും മൈൻഡിൽ വരുന്നൊരു സംഭവമാണ് ഈ കാണുന്ന കുവൈറ്റ് ടവേഴ്സ്. 1979 മാർച്ചിലാണ് ഈ കുവൈറ്റ് ടവേഴ്സിൻ്റെ ഇനാഗുറേഷൻ കഴിഞ്ഞത്. അതിൽ ഈ കാണുന്ന മെയിൻ ടവറിൽ 2 സർക്കിൾസ് കാണാൻ പറ്റും. അതിൽ താഴത്തെ സർക്കിളിൽ പകുതിയോളം 90 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്. അതിൻ്റെ താഴെ വെള്ളം സംഭരിച്ച് വെക്കാനുള്ള ഒരു സ്പേസും ആയിരിക്കും. അതിൻ്റെ മുകളിൽ കാണുന്നത് അതിൻ്റെ 2ാമത്തെ ഗോളമാണ്. അത് 30 മിനിറ്റ് കൂടുന്ന സമയത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സിറ്റിയുടെ കൃത്യമായിട്ടുള്ള വ്യൂ കാണാൻ പറ്റും. ഇവിടെ 3ാമത്തെ സർക്കിളാണ്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ അതായത് ആ ഗോളത്തിൽ കംപ്ലീറ്റ്ലി വെള്ളം മാത്രമായിരിക്കും. വെള്ളം സംഭരിക്കാനുള്ള ഒരു സ്പേസ് മാത്രമാണ് അത്. സോ നമ്മൾക്ക് ഇതിൽ കയറിയിട്ട് വിസിറ്റ് ചെയ്യാനുള്ള ടിക്കറ്റ് ഉണ്ട്. 3 KD ആണ് അതിൻ്റെ ചാർജ് വരുന്നത്. സോ നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടാവും. വിസിറ്റ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ രാത്രി 11 മണി വരെയാണ്. സോ ഇതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ പ്രത്യേകത ഒന്നുമില്ല. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വിശാലമായിട്ടുള്ള പാർക്ക് ഉണ്ട്. സോ വിശാലമായിട്ട് നടക്കാനും ഓടാനൊക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ട്. ഇവിടെയൊക്കെ വന്നിട്ട് ഓടിയും നടക്കുകയൊക്കെ ചെയ്തിട്ട് വ്യായാമമൊക്കെ ചെയ്തിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്യുക, ഒന്നും ഹെൽത്തി ആയിട്ടിരിക്കുക. ഫോളോ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സോ ജസ്റ്റ് ഫോളോ ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.